മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ വീട്ടിൽ പോലീസ് അർദ്ധരാത്രിയിൽ അനാവശ്യ പരിശോധന നടത്തിയ സംഭവത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഒരു നോട്ടീസ് അയച്ചാൽ അവർ ഹാജരാകാൻ തയ്യാറല്ലേ? മാത്രമല്ല എല്ലാ ദിവസവും തിരുവങ്ങാടി പോലീസിൽ ഇവരുണ്ടാവും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇവർ പോകാൻ നാട്ടിലെ മധ്യസ്ഥങ്ങളിൽ ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരായ ഇവർ. ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഇപ്പോൾ അവർക്ക് നാട്ടിൽ ജനങ്ങളുടെ ഇടയിലുള്ള പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നു. അവർ കുറ്റവാളികളാണ് എന്ന ഭാവത്തോടെയാണ് ജനങ്ങൾ അവരെ നോക്കുന്നത്, അയൽവാസികൾ കാണുന്നത്. കാരണം ഇവരെന്തിനാണ് വന്നത്, എന്തിനാണ് പോയത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല, ഇവർക്ക് ഞങ്ങൾക്കും പറയാൻ വയ്യ. അതുകൊണ്ട് അയൽവാസികൾ ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ പോലീസ് വരുമോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ജീവിതം, കുടുംബത്തിൻ്റെ യശസ് അത് തകർത്ത നടപടിയാണ് ഉണ്ടായത്. അതിന് അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, SP ഓഫീസിലും പരാതി കൊടുത്തു. അന്വേഷണം നടക്കും എന്നാ പറഞ്ഞിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല, തീരുമാനം ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ വീട്ടിൽ പോലീസ് അർദ്ധരാത്രിയിൽ അനാവശ്യ പരിശോധന നടത്തിയ സംഭവത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. മുസ്ലിം ലീഗ് ഭാരവാഹികളായ M അബ്ദുറഹ്മാൻ കുട്ടിയുടെയും CH അബൂബക്കർ സിദ്ദീഖ് എന്നിവരുടെ വസതികളിൽ 22-ന് പുലർച്ചെ 1 മണിയോടെ താനൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തിയാണ് പരിശോധന നടത്തിയത്. യാതൊരു പ്രകോപനമോ സംഘർഷങ്ങളോ നിലവിലില്ലാത്ത സമയത്താണ് ഈ അതിക്രമം ഉണ്ടായത്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനങ്ങൾക്കെടുത്ത രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളല്ലാതെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവരുടെ പേരിൽ നാളിതുവരെ കേസുകളോ ഒന്നുമില്ലാത്ത ഇവരെ അർദ്ധരാത്രിയിൽ വീട്ടിൽ വന്ന് പരിശോധന നടത്താനുണ്ടായ സാഹചര്യം എന്താണെന്നത് ദുരൂഹമാണ്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിന് പൊതുപ്രവർത്തകരെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞു പിടികൂടുന്ന നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പരാതിയിൽ പറയുന്നു. വിഷയത്തിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ ഗൗരവപൂർവമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും PMA സലാം ആവശ്യപ്പെട്ടു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.